രണ്ടാമതായി, മറ്റൊരു സനാതന സത്യം പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തി തരികയാണ്. ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം ദൈവം എല്ലാവരിലേക്കും ഒരുപോലെയാണ് ഒഴുക്കുന്നത്. അഥവാ ദൈവത്തിൻ്റെ സ്നേഹം വ്യത്യാസമില്ലാത്തതാണ്. ദൈവം എല്ലാവരെയും ഒരുപോലെയാണ്, ഒന്നുപോലെയാണ് സ്നേഹിക്കുന്നത്. തിരുവചനം പറയുന്നു, ഇവിടെ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ള വ്യത്യാസമില്ല. ഗലാത്യ 3:28. വീണ്ടും റോമ 2:11, ദൈവസന്നിധിയിൽ മുഖംനോട്ടമില്ല. 11-ാം മണിക്കൂറിൽ വന്നവനും ഒരു ദനാറ, അവൻ്റെ വീട്ടിലും മക്കളും ഭാര്യയും ഉണ്ടെന്ന് ചിന്തിച്ചവൻ. ഒരു കുഞ്ഞിന് പാലും ഒരു കുഞ്ഞിന് പച്ചവെള്ളവും കൊടുത്താൽ അമ്മ എങ്ങനെ അമ്മയാകും? വിളക്ക് എല്ലായിടത്തേക്കും ഒരുപോലെ പ്രകാശം തരുന്നില്ലെങ്കിൽ വിളക്കെങ്ങനെ വിളക്കാകും? ജ്ഞാനം 11:24, എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിച്ചിരുന്നെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. മരിച്ചുപോയ 2 മനുഷ്യരാണ് വീരപ്പനും മദർ തെരേസയും. ഈ 2 പേരും 2 പ്രതീകങ്ങളാണ്. ഇരുവരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നെറ്റി ചുളിക്കരുത്. അതാണ് സത്യം. വീരപ്പനെയും മദർ തെരേസയെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു. വ്യത്യാസം ഇതാണ്, വീരപ്പൻ ദൈവത്തിൻ്റെ സ്നേഹം മറച്ചു നിൽക്കുന്ന ഇരുമ്പ് പാളിയായി നിലകൊള്ളുമ്പോൾ മദർ തെരേസ ദൈവത്തിൻ്റെ സ്നേഹം കടത്തിവിടുന്ന കണ്ണാടിയായി നിലകൊള്ളുന്നു. വ്യത്യാസം ദൈവത്തിനല്ല, സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനോഭാവത്തിനാണ്. ഒരു ഫാനിൽ നിന്ന് കാറ്റ് എല്ലാവരിലേക്കും ഒരുപോലെ പുറപ്പെടുന്നു. എന്നാൽ ആരടുത്തു വന്നത് സ്വീകരിക്കുന്നുവോ അയാൾ ഉന്മേഷവാനായിത്തീരുന്നു. ഈ ലോകത്തിൽ ബാർബർമാർ ഇല്ലാഞ്ഞിട്ടോ ഉള്ള ബാർബർമാർ എല്ലാവരുടെയും മുടി വെട്ടാതെ മാറ്റി നിർത്തുന്നത് കൊണ്ടോ അല്ല ഇവിടെ ഹിപ്പികൾ ഉള്ളത്. ചിലർ താടിയും മുടിയും നീട്ടി നടക്കുന്നത്. പിന്നെയോ അവർ ബാർബറുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല, ചെല്ലാൻ തയ്യാറല്ല, തങ്ങളെ തന്നെ ബാർബറുടെ മുൻപിൽ സമർപ്പിക്കാനും തയ്യാറല്ല. പിന്നെങ്ങനെ നീ സുന്ദരനും സുമുഖനുമാകും? അതുകൊണ്ട് കുഴപ്പം ബാർബറുടേതല്ല, അടുത്ത് ചെന്ന് സമർപ്പിക്കാത്ത എൻ്റേതാണ്, നിൻ്റേതാണ്. ധ്യാനിക്കുക. അവൻ നന്ദിഹീനരോടും ദുഷ്ടരോടും ഒരുപോലെ കാരുണ്യം കാണിക്കുന്നു. ലൂക്ക 6:35. ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ വരികൾക്കിടയിൽ മറ്റൊരു സത്യം മറഞ്ഞു കിടപ്പുണ്ട്. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കപ്പെടാൻ യോഗ്യരാണെന്ന സത്യം. യോഹന്നാൻ 13 യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചപ്പോൾ തന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാമായിരുന്നിട്ടുകൂടി അവൻ്റെ കാല് കഴുകി. മാത്രമല്ല, തള്ളിപ്പറയാനിരുന്ന പത്രോസിൻ്റെ പാദങ്ങൾ അവൻ പിടിച്ചു വാങ്ങി കഴുകിയെന്നതും ഏറെ ശ്രദ്ധേയമാണ്. അതെ, ദൈവം ആരെയും തൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. നാം മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി മനുഷ്യസ്നേഹം ഏറിയും കുറഞ്ഞുമിരിക്കും. റാങ്ക് വാങ്ങി വരുന്ന കുട്ടിയെ മാതാപിതാക്കൾക്കിഷ്ടമാണ്. മാർക്ക് കുറഞ്ഞു പോയാലോ, എനിക്ക് നിന്നെ കാണണ്ടായെന്ന്. ലോകം നേട്ടങ്ങളെ സ്നേഹിക്കും. ദൈവം നിന്റെ കോട്ടങ്ങളോടുകൂടി നിന്നെ കരുതുന്നു. ലോകത്തിൽ പരാജയത്തിൽ പങ്കുപറ്റാൻ ആളെ കിട്ടില്ല. വിജയത്തിനോ പിതാക്കന്മാർ ഏറെയാണ് താനും. നിന്റെ പരാജയത്തിൽ നിന്നോടുകൂടെ പങ്കുപറ്റുന്ന ഒരു ദൈവമുണ്ട്. ജീവനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ച ഏലിയാ പ്രവാചകന് അപ്പം എത്തിക്കാൻ കാക്കയെ അയച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെയും നിന്നെയും ഒരുപോലെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഒരു ദേനാറ കിട്ടാത്ത ഒരു ദാസനുമില്ല ഈ ലോകത്തിൽ. വീണ്ടും അവൻ ഒരുപോലെ എല്ലാവരെയും സ്നേഹിച്ചതുകൊണ്ടാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യവും ഒരുപോലെ നൽകിയത്. പരിപൂർണ സ്വാതന്ത്ര്യം പരിപൂർണ സ്നേഹത്തിൻ്റെ അടയാളമാണ്. കുടുംബനാഥൻ പണപ്പെട്ടിയുടെ താക്കോൽ പരസ്യമായി വെക്കുന്നത് എല്ലാവരോടുമുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുവദിച്ച സ്വാതന്ത്ര്യത്തിൻ്റെയും. നിർഭാഗ്യവശാൽ നാം അതെടുത്ത് ദുരുപയോഗിച്ചു പോയി. എന്നാൽ അവൻ്റെ മാറ്റമില്ലാത്ത ഒന്നുപോലെയുള്ള സ്നേഹത്താൽ സ്വാതന്ത്ര്യമെന്ന താക്കോൽ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പാകത്തിൽ ഇന്നും അവൻ നിലനിർത്തിയിരിക്കുന്നു. അവിടുത്തെ കരുണയുടെ ആഴം! അത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം മാറ്റമില്ലാത്തതാണെന്ന് മാത്രമല്ല, അതെല്ലാവരിലേക്കും ഒരുപോലെയാണ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണം നിന്നെ, നീ രോഗിയാണെന്നാലും, എനിക്ക് വേണം നിന്നെ, നീ പാപിയാണെന്നാലും. ആ ദിവ്യസ്നേഹത്തിൻ്റെ കീഴിലേക്ക് നമുക്ക് ചേർന്ന് നിന്ന് കൃപയും രക്ഷയും സ്വന്തമാക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാൻ സന്നദ്ധമാണ്.